അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂസ നബി അലൈഹി സ്വലാം ജനിച്ചത് ഈജിപ്തിലാണ്. ആ കാലത്ത് ഈജിപ്തിലെ ഒരു ക്രൂര രാജാവായിരുന്നു ഫിർഔൻ. ഫിർഔൻ തൻ്റെ അനുയായികളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് കഥ പറയുന്ന ഒരാളിൽ നിന്ന് ഫിർഔൻ ഒരു കഥ കേൾക്കാൻ ഇടയായി. ഇസ്രായേലിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞ് വളർന്നു വലുതായിട്ട് ഫിർഔനിനെ കൊല്ലും. ഇതായിരുന്നു ആ കഥയിലെ ഉള്ളടക്കം. പേടിച്ച ഫിർഔൻ ഒരു നിയമം പാസാക്കി. തൻ്റെ പോലീസുകാരോട് ആ നാട്ടിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ അനുമതി നൽകി. പോലീസുകാർ ഗ്രാമങ്ങളിൽ മുഴുവൻ കയറിയിറങ്ങി ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നു കളഞ്ഞു. ഈ സമയത്തായിരുന്നു മൂസ നബിയുടെ ജനനം. മൂസ നബി ആൺകുഞ്ഞായതിനാൽ മൂസ നബിയുടെ ഉമ്മ വളരെയധികം പേടിച്ചു. ഫിർഔൻ്റെ പോലീസുകാരെ ഭയന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസ നബിയുടെ ഉമ്മ മൂസ നബിയെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. പെട്ടി ഒഴുകിപ്പോയി. ആ സമയത്ത് നദിയുടെ കരയിൽ ഇരിക്കുകയായിരുന്നു ഫിർഔനും തൻ്റെ ഭാര്യ ആസിയ ബീവിയും. ഒരു പെട്ടി ഒഴുകി വരുന്നത് കണ്ടു. അവർ ആ പെട്ടി എടുത്ത് അത് തുറന്നു നോക്കുമ്പോൾ അതിസുന്ദരമായ ഒരു കുഞ്ഞ് അതിൽ പുഞ്ചിരിച്ചു കിടക്കുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഫിർഔൻ ആൺകുഞ്ഞായതുകൊണ്ട് കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ തൻ്റെ ഭാര്യ അത് തടയുന്നു. അവനെ കൊല്ലരുത്, അവൻ നമുക്ക് ഉപകാരപ്പെട്ടേക്കാം. നമുക്ക് നമ്മുടെ കുഞ്ഞായിട്ട് നമ്മുടെ കൂടെ വളർത്താം. താല്പര്യത്തോടെ അല്ലെങ്കിലും ഭാര്യയുടെ അഭിപ്രായം അയാൾ അംഗീകരിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് പോയി. കുട്ടി വിശന്നു കരയാൻ തുടങ്ങി. അടുത്തുള്ള പല സ്ത്രീകളെയും വിളിച്ചു കുഞ്ഞിനെ പാല് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചിട്ടും ആ കുഞ്ഞ് അതെല്ലാം വിസമ്മതിച്ചു. കരച്ചിൽ നിർത്തിയതേ ഇല്ല. അങ്ങനെ സ്വന്തം ഉമ്മയെ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചു. കുഞ്ഞിനെ കൊടുത്തപ്പോൾ ആ കുഞ്ഞ് കരച്ചിൽ നിർത്തി പാൽ കുടിക്കാൻ തുടങ്ങി. അവർ സ്വന്തം ഉമ്മയാണെന്ന് ഫിർഔനിന് അറിയില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. മൂസ നബി ഒരു യുവാവായി. അദ്ദേഹത്തിന് 30 വയസ്സായ സമയത്ത് അങ്ങാടിയിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഇസ്രായേലിക്കാരനും കിബിത്തിയക്കാരനും കൂടി കലഹിക്കുന്നത് കണ്ടു. മൂസ നബി അലൈഹിസ്സലാം കിബിത്തിയക്കാരനെ അടിച്ചു. സ്പോട്ടിൽ തന്നെ അയാൾ മരിക്കുകയും ചെയ്തു. ഈ സംഭവം മൂസ നബിക്ക് വളരെ വിഷമമുണ്ടാക്കി. തൻ്റെ പ്രവൃത്തിയിൽ മൂസ നബി അലൈഹിസ്സലാം ദുഃഖിച്ചു. അടുത്ത ദിവസം മൂസ നബി വീണ്ടും ഈ ഇസ്രായേലിക്കാരൻ മറ്റൊരു കിബിത്തിയക്കാരനോട് പ്രശ്നമുണ്ടാക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അയാളെ ശാസിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ ചോദിച്ചു, ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ ഇന്നും കൊല്ലാൻ ആണോ നിന്റെ തീരുമാനം? അപ്പോൾ മൂസ നബിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല. മൂസ നബി നാട് വിട്ടിറങ്ങി. അങ്ങനെ മൂസ നബി ഷുഐബ് നബിയുടെ മദ്യൻ എന്ന നാട്ടിലെത്തി. ഷുഐബ് നബി മൂസ നബിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. 10 വർഷം താമസിപ്പിച്ചു. അതിനിടയിൽ തൻ്റെ മകൾ സഫൂറയെ ഷുഐബ് നബി മൂസ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ശേഷം മൂസ നബി തൻ്റെ സമ്പത്തും തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി മിസ്രിലേക്ക് തിരിച്ചുപോയി. അള്ളാഹു മൂസ നബിയെ ഫിർഔൻ്റെ ജനതയിലേക്ക് നബിയായിട്ടും റസൂലായിട്ടും അയച്ചു. മൂസ നബി ജനങ്ങളോട് അള്ളാഹുവിനെ വിശ്വസിക്കാനും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും വേണ്ടി പറഞ്ഞപ്പോൾ ഫിർഔൻ തെളിവ് ചോദിക്കുകയും ഈ സമയത്ത് മൂസ നബി തൻ്റെ കയ്യിലുള്ള വടി നിലത്തിടുകയും അപ്പോൾ അത് പാമ്പായി ചലിക്കാൻ തുടങ്ങി. പിന്നെ തൻ്റെ കൈകൾ കക്ഷത്തിൽ വെച്ച് എടുത്തപ്പോൾ കൈകൾ പ്രകാശിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. മൂസ നബിയെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ഫിർഔൻ കുറച്ച് മജീഷ്യന്മാരെ സംഘടിപ്പിക്കുകയും അവരെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ കൈകളിലുള്ള കയറുകളും വടികളും നിലത്തിടുകയും അത് പാമ്പായി പോകുന്നത് പോലെ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തോന്നി. അങ്ങനെ ഫിർഔൻ സന്തോഷിച്ചു. അപ്പോൾ മൂസ നബി തൻ്റെ വടി നിലത്തിടുകയും അത് വലിയൊരു പാമ്പായി മജീഷ്യന്മാരുടെ പാമ്പുകളെ വിഴുങ്ങിക്കഴുകുകയും ചെയ്തു. അതുകൊണ്ട് മജീഷ്യന്മാരെല്ലാം മൂസ നബിയെ വിശ്വസിച്ചു. അങ്ങനെ ഫിർഔൻ്റെ ദേശം ഇരട്ടിച്ചു. വിശ്വാസികളെ വളരെയധികം ദ്രോഹിച്ചു. അപ്പോൾ അള്ളാഹു അവരിലേക്ക് വെള്ളപ്പൊക്കം കൊണ്ടും വെട്ടുകിളികളെ കൊണ്ടും ചെള്ളുകളെ കൊണ്ടും തവളകളെ കൊണ്ടും വെള്ളം രക്തമായി കൊണ്ടും എല്ലാം അവരെ പരീക്ഷിച്ചു.
പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ സമയത്തെല്ലാം അവർ മൂസാ നബിയോട് മാപ്പ് അപേക്ഷിക്കുകയും അള്ളാഹു അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അവസാനം അള്ളാഹു മൂസാ നബിയോട് പലസ്തീനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മൂസാ നബി തൻ്റെ സൈന്യങ്ങളെയും കൊണ്ട് പലസ്തീനിലേക്ക് പോകാൻ തീരുമാനിച്ചു. മൂസാ നബിക്ക് കടൽ കടന്നിട്ട് വേണം പോകാൻ. അങ്ങനെ മൂസാ നബി തൻ്റെ വടി കൊണ്ട് കടലിൽ അടിക്കുകയും കടൽ രണ്ടായി പിളരുകയും അതിലൂടെ മൂസാ നബിയും പരിവാരങ്ങളും കടന്നു അടുത്ത തീരത്തേക്ക് കയറി. ഈ സമയത്ത് ഫിർഔനും പരിവാരങ്ങളും മൂസാ നബിയെ പിന്തുടർന്നു. അവർ കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ കടൽ ഒന്നിക്കുകയും അങ്ങനെ അവർ കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. ആദം നബി അലൈഹിസ്സലാം അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിച്ചത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണ്. പിന്നെ വെള്ളം, കാറ്റ്, കലം, പിന്നെ ഭൂമി, പർവ്വതങ്ങൾ, പുഴകൾ, കടൽ, മരങ്ങൾ, ഏനാകാശങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം പഠിച്ചു. അതിനുശേഷം മലക്കുകൾ, ജിന്നുകൾ എന്നിവയെയും സൃഷ്ടിച്ചു. ഇതിനെല്ലാം ശേഷം അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളുണ്ട്. മനുഷ്യർ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും, അവർ രക്തം ചിന്തുന്നവരാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. പിന്നെ അള്ളാഹു അസ്രായീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോയി. അള്ളാഹു അവിടെ വെച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. പിന്നീട് അള്ളാഹു ആദം നബിക്ക് റൂഹ് നൽകി. ഉടനെ തന്നെ ആദം നബി അലൈഹിസ്സലാം തുമ്മി. ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു യർഹമക്കുമുല്ലാഹ് എന്നും പറഞ്ഞു. പിന്നീട് ആദം നബി അലൈഹിസ്സലാം മലക്കുകളോട് സലാം പറഞ്ഞു. മലക്കുകൾ സലാം മടക്കി. പിന്നെ അള്ളാഹു ആദം നബിക്ക് ഒരുപാട് വസ്തുക്കളുടെ പേര് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ആദം നബി അലൈഹിസ്സലാം ആ പേരുകളെല്ലാം മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സമയത്ത് മലക്കുകൾ അത്ഭുതപ്പെട്ടു. പിന്നീട് ആദം നബിക്ക് ഒരു കൂട്ടായി അള്ളാഹു ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. പിന്നീട് അള്ളാഹു ഹവ്വ ബീവിയെയും ആദം നബി അലൈഹിസ്സലാമിനെയും ഭൂമിയിലേക്ക് ഇറക്കി. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലും ഹവ്വ ബീവിയെ ജിദ്ദയിലുമാണ് ഇറക്കിയത്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നും നടന്ന് 40 ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. ഭൂമിയിൽ കൃഷി ചെയ്ത് അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഇതിനിടയിൽ 20 തവണ ഹവ്വ ബീവി പ്രസവിച്ചു. 20 തവണയും ഇരട്ട കുട്ടികളാണ് പ്രസവിച്ചത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയെയും ഓരോ പ്രസവത്തിലും ഈ ദമ്പതിമാർക്ക് ലഭിച്ചത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് 4 ലക്ഷം പേരക്കുട്ടികളാണ് അവർക്കുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ് അദ്ദേഹം വഫാത്തായത്. വഫാത്തിൻ്റെ സമയത്ത് ആദം നബിക്ക് 1000 വയസ്സുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിയമിക്കപ്പെട്ടു. അതിനുശേഷം തൻ്റെ ജനങ്ങളോട് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷമാണ് ജീവിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് ഇതെല്ലാം കൽപ്പിച്ചിട്ടും അവരിൽ നിന്ന് വളരെ കുറച്ച് പേർ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചുള്ളൂ. അള്ളാഹു നബിയോടൊരു വലിയ കപ്പൽ നിർമ്മിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം ഒരു മലമുകളിൽ കപ്പൽ പണിയാൻ തുടങ്ങി. ഇത് കണ്ട അവിശ്വാസികളായ ജനങ്ങൾ നൂഹ് നബിയെ കളിയാക്കി. ഈ കപ്പൽ മലമുകളിൽ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഒഴുകുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. എന്നിട്ടും നൂഹ് നബി അലൈഹിസ്സലാം ക്ഷമിച്ചു. കപ്പൽ ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. 3 നിലകളുള്ളൊരു വലിയ കപ്പലായിരുന്നു അത്. കപ്പലിൻ്റെ പണി പൂർത്തിയായപ്പോൾ അള്ളാഹു വലിയ രൂപത്തിൽ മഴ വർഷിപ്പിച്ചു. മഴ ശക്തമായി തുടർന്നു. വെള്ളം പൊങ്ങി മലമുകളിലെത്തി. അങ്ങനെ കപ്പൽ വെള്ളത്തിൽ
ഒഴുകി. വന്യമൃഗങ്ങൾ താഴത്തെ നിലയിലും നടുവിൽ വിശ്വസിച്ച 80 പേരും മുകളിലത്തെ നിലയിൽ പെറ്റ് അനിമൽസ്. അങ്ങനെയാണ് കപ്പൽ ക്രമീകരിച്ചത്. അവിശ്വാസികളായ മുഴുവൻ ആളുകളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുകയും പിന്നീട് മുഹറം 10 ദിവസം ജൂതി പർവ്വതത്തിന് മുകളിൽ കപ്പൽ അണയുകയും ചെയ്തു. അള്ളാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ നീനവയിലേക്ക് പ്രവാചകനായിട്ട് അയച്ചു. നീനവയിലെ ജനതയോട് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ കൽപ്പിച്ചു. അത് കേട്ട് നീനവയിലെ ആളുകൾ യൂനുസ് നബിയെ വല്ലാതെ പരിഹസിക്കാൻ തുടങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അദാബുകളും മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരുടെ ജനതയ്ക്ക് സംഭവിച്ചതും എല്ലാം പറഞ്ഞിട്ടും ആ ജനത നബിയെ കളിയാക്കാൻ തുടങ്ങി. ഈ കാരണം കൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം വല്ലാതെ വിഷമിച്ചു. കഠിനമായ വിഷമം സഹിക്കാൻ കഴിയാതെ യൂനുസ് നബി അലൈഹിസ്സലാം നീനവയിൽ നിന്നു നാടുവിട്ടുപോയി. ആ സമയത്ത് ആകാശത്ത് അള്ളാഹുവിൻ്റെ അദാബിൻ്റെ അടയാളം കണ്ടു. ആളുകൾ അത് കണ്ട് ഭയപ്പെട്ടു. ആ ജനത പെട്ടെന്ന് തന്നെ വിശ്വാസികൾ ആവുകയും ചെയ്തു. അതുകാരണം അള്ളാഹു അവരിൽ നിന്നു അദാബിനെ ഉയർത്തിക്കളഞ്ഞു. ഇതൊന്നും അറിയാതെ പോയ യൂനുസ് നബി അലൈഹിസ്സലാം കടൽ തീരത്തെത്തി. കടൽ തീരത്തു നിന്നും അദ്ദേഹം ഒരു കപ്പൽ കയറി. കപ്പലിൽ നിന്നും വല്ലാത്ത കുറ്റബോധം കാരണം യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയും ദിക്ർ ചൊല്ലുകയും ചെയ്തുകൊണ്ടേയിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം മുഴുവൻ സമയത്തും നിസ്കാരത്തിലും ആയിരുന്നു. പെട്ടെന്ന് കപ്പൽ ആടി ഉലഞ്ഞു മുങ്ങാനെടുത്തു. ആളുകൾ പേടിച്ചു വിറച്ചു. ഭാരം കൂടിയതുകൊണ്ടാണ് കപ്പലിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അവർ അവരുടെ ചരക്കുകളെല്ലാം കപ്പലിൽ നിന്നു കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ കപ്പൽ ശാന്തമായില്ല. അങ്ങനെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഒരു തീരുമാനമെടുത്തു. യാത്രക്കാരിൽ നിന്നും ഒരാളെ കടലിലേക്ക് എറിയാനായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെ ആരെ എറിയണം എന്നുള്ളതിന് ക്യാപ്റ്റൻ നറുക്കിട്ടു. നറുക്കിൽ ആദ്യം വീണത് തന്നെ യൂനുസ് നബിയുടെ പേരായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, മുഴുവൻ സമയത്തും ഇയാൾ നിസ്കാരത്തിലും ദിക്റുകളിലുമാണ് പറഞ്ഞു. മുഴുവൻ സമയത്തും ഇയാൾ നിസ്കാരത്തിലും ദിക്റിലുമാണ്. അയാൾ ഒരു സ്വാലിഹായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അയാളെ എറിയേണ്ടതില്ല. അങ്ങനെ രണ്ടാമത് തവണയും മൂന്നാം തവണയും നബിയുടെ പേര് തന്നെ നറുക്കിൽ വീണു. അങ്ങനെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ യൂനുസ് നബിയെ കടലിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു വലിയ മത്സ്യം വന്ന് യൂനുസ് നബിയെ വിഴുങ്ങിക്കളഞ്ഞു. മീനിൻ്റെ വയറ്റിൽ നിന്നും അദ്ദേഹം അള്ളാഹുവിന് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞ് ആ വലിയ മത്സ്യം കടൽ തീരത്തേക്ക് യൂനുസ് നബിയെ കൊണ്ടു കളഞ്ഞു. യൂനുസ് നബി അവിടെ നിന്ന് നീനവയിലേക്ക് മടങ്ങി. തൻ്റെ ജനതയെ വിശ്വാസികളായിട്ട് അവർ കാണുകയും യൂനുസ് നബി അതിയായ സന്തോഷിക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.